വാൽപ്പാറ അപകടം റിലേറ്റ് ചെയ്തിട്ട് ആ ഇൻസിഡൻറ്റ് ഉണ്ടായ ദിവസവും അല്ലെങ്കിൽ അത് കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ട് ഒരു കോണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ആ ഒരു ടൈമിൽ ഇപ്പം എൻ്റെ നാടിനടുത്താണ് പാങ്ങ്, ഞാൻ മലപ്പുറത്താണ്. പിന്നെ ആ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര ഡള്ളായതുകൊണ്ട് ഞാൻ എൻ്റെ ഒബ്സർവേഷൻസ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ കുറേ അധികം കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചിരിക്കാം, അതിൻ്റെ ഒരു കാര്യകാരണം എന്തായിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിൽ വരാൻ തുടങ്ങി. ആൻഡ് ഒരു ലേഡി അവരുടെ ടെലിപ്പതി, അവർക്ക് ഈ ഒരു അപകടം നടക്കുമെന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ വന്നത് അവർ അപകടം നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ആസ്പെക്ട്സ് ഇതിനകത്ത് നമുക്ക് നോക്കാനുണ്ട്. അതിൽ എൻ്റെ ഒരു ഒബ്സർവേഷനും എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത്, ഇതിൽ ഈ ഡ്രൈവർ ഒരു ചെറിയ പ്രായം കുറഞ്ഞ 10-21 വയസ്സുള്ള പയ്യനാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഡ്രൈവർക്ക് ഇതുപോലൊരു ലോങ് ട്രിപ്പ്, അതും ഇങ്ങനത്തെ ഗാർഡ് സെഷനിൽ ഇതേപോലെ ചുരം ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ആ പയ്യൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു. ആളുകൾ ആ ഒരു പയ്യൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഇൻസിഡൻറ്റ് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്ത് സംസാരിച്ചു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ ന്യൂസ് പുറത്തു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഈ സ്കൂൾ വാനിൻ്റെ ഡ്രൈവറായിട്ടുള്ള നൗഷാദ്, 39 വയസ്സുള്ള ഒരു ചങ്ങാതി ഈ വണ്ടിയിലുണ്ടായിരുന്നു. ഇപ്പോൾ വാൽപ്പാറയിൽ ഇവർ ഈ ടൂറ് പോയ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവറായി ചെന്ന 21 വയസ്സുകാരൻ ഫാഹിസ് എന്ന് പറഞ്ഞ ചെക്കൻ്റെ പേര്, ഫാഹിസ് എന്ന് പറഞ്ഞ ചെക്കനെ 16ാമത്തെ ചുരത്തിൽ ഇവർ വണ്ടി നിർത്തി ഫോട്ടോ സെൽഫിയൊക്കെ എടുത്ത സമയത്ത് ഈ യഥാർത്ഥ ഡ്രൈവറായ 21 വയസ്സുകാരനെ മാറ്റിയിട്ട് ഈ 39 വയസ്സുകാരനായ നൗഷാദ്, സ്കൂൾ വാൻ ഡ്രൈവറായ നൗഷാദ് 16ാം ചുരത്തിൽ നിന്ന് വണ്ടി എടുത്തു എന്നുള്ളൊരു വിവരം ഇന്നലെ ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പയ്യനെ, ഇപ്പോൾ ഞാനിവിടെ സൈഡിൽ വീഡിയോ വെച്ചിട്ടുണ്ട്, ഈ ഒരു പയ്യൻ്റെ ഇങ്ങനത്തെ റീൽ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഇതിനടിയിലൊക്കെ ആളുകൾ ഈ പയ്യൻ്റെ വയസ്സും എക്സ്പീരിയൻസും, ഡ്രൈവിംഗ് എക്സ്പീരിയൻസും സ്കില്ലൊക്കെ ഭയങ്കരമായിട്ട് ഓഡിറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ 18 വയസ്സിലാണ് ഒരാൾക്ക് ലൈസൻസ് കിട്ടുക, പയ്യൻ 21 വയസ്സാണെന്ന് വിചാരിച്ചു. അത്രയും വർഷം മതിയുടെ ഒരാൾക്ക് അത്യാവശ്യം, അവനൊരു സ്കിൽഡ് ഡ്രൈവറെ ബൈ പ്രൊഫഷൻ അവൻ ഡ്രൈവറായിട്ട് തന്നെയാണ് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരാൾ ഓടിച്ചതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ആ പയ്യൻ ഈ 2-3 വർഷം കൊണ്ട് ഓടിച്ച് തീർത്ത് കാണും. അപ്പോൾ പിന്നെ ഒരാളുടെ ഏജ് വെച്ചിട്ടല്ല ഒരാളുടെ സ്കില്ലും ഒരാളുടെ എന്താ പറയുക ഡ്രൈവിംഗ് കപ്പാസിറ്റിയൊക്കെ അളക്കേണ്ടത്. ഏജ് അല്ല അവിടെ മാറ്റർ. ശരിക്ക് ഡ്രൈവിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏജ് കൂടുന്തോറും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരല്ലേ, കണ്ണിൻ്റെ കാഴ്ച കുറയേ, ധൈര്യം കുറയേ, സ്കില്ല് കുറയുകയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഏജ് കുറഞ്ഞ ആൾക്കാർക്കല്ലേ സ്കില്ല് വേണ്ടേ കൂടുതൽ, കാരണം അവർക്ക് ആ ഡ്രൈവിങ്ങിനുള്ള പാഷൻ കൂടും. ഇപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണല്ലോ, ചെറുപ്പത്തിൽ ചെറുപ്പം മീൻസ് ഒരു 10-20-25 വയസ്സിലൊക്കെ നമുക്ക് എന്താണെങ്കിലും ഡ്രൈവിങ്ങിനോട് ഭയങ്കര പാഷനായിരിക്കും. വണ്ടി എത്ര ദൂരം വേണമെങ്കിലും നമ്മൾ ഓടിക്കും, എത്ര റിസ്ക്കും നമ്മൾ എടുക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ മാറി ഒരു 30-35 കഴിയുമ്പോൾ പിന്നെ നമ്മൾ വണ്ടി തൊടാൻ തന്നെ മടിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ആ ചെക്കൻ്റെ വയസ്സും അവൻ്റെ എക്സ്പീരിയൻസും ഒന്നും പറഞ്ഞ് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്നുള്ള ഫാക്ടറിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇതൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവിടെ 39 വയസ്സുള്ള ഒരാളാണ് ഈ നൗഷാദ്. ആ നൗഷാദ് സ്കൂൾ വാൻ ഓടിച്ച് പരിചയമുള്ള ഒരാളാണ്, ഹൈലി എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുമ്പോൾ. സ്കൂൾ വാൻ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിരപ്പായ റോട്ടിൽ കൂടി അല്ലെങ്കിൽ അത്യാവശ്യം ചെറിയ കയറ്റങ്ങളുള്ള സ്ഥലത്ത് കൂടി കുട്ടികളെ വെച്ചൊരു മിനിമം സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ആ വ്യക്തിക്കുള്ളത്. അല്ലാതെ ഇങ്ങനത്തെ ഒരു ലോങ് ട്രിപ്പ് പോയി ഒരു ചുരമൊക്കെ ഇറങ്ങി അങ്ങനത്തെ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഈ വ്യക്തിക്ക് കുറവായിരിക്കും. ആ ടെറൈൻ, ആ ഒരു ട്രിപ്പ് അതൊന്നും ഓടിച്ച് ശീലമുള്ള ഒരാളായിരിക്കണം എന്നില്ല. അപ്പോൾ അവിടെ തന്നെ ഇതിൻ്റെ ട്രാവലറിൻ്റെ മെയിൻ ഡ്രൈവറിൽ നിന്ന് സ്റ്റിയറിങ് വേറൊരാൾക്ക് കൈമാറുമ്പോൾ ആ വ്യക്തിക്ക് ആ വണ്ടി പുതിയ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തുകൊണ്ട് ഈ ഡ്രൈവറായിട്ടുള്ള 21 വയസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് ഇനി ഞാൻ ഓടിക്കാമെന്ന് പറഞ്ഞ് മേടിച്ചതാണോ, അതോ ആ 21 വയസ്സുകാരൻ ഇനി എന്തെങ്കിലും ഒരു ക്ഷീണം തോന്നിയത് കൊണ്ട് ചിലപ്പോൾ അയാൾ എടുത്തതാണോ വണ്ടി, അതിലൊക്കെ ഒരു അന്വേഷണം വേണം. ഓക്കെ, ഇനിയുള്ളൊരു കാര്യം നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ആ ചുരം ഇറങ്ങി വരുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ചൂടായി, ബ്രേക്ക് ഫെയിലിയർ ആയി എന്നാണ് പറയുന്നത്. അതും കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. ആദ്യം ഇന്നലെ ബ്രേക്ക് ചെയ്ത ബിഗ് ടി വിൻ്റെ ന്യൂസ് ഞാനവിടെ പ്ലേ ചെയ്യാം.
വാൽപ്പാറയിൽ 9 പേരുടെ ജീവനെടുത്ത വാഹനാപകടത്തിൽ വാഹനം ഓടിച്ചത് സ്കൂൾ ബസ് ഡ്രൈവർ. ട്രാവലർ ഡ്രൈവർ ഫായിസിന് പകരം യാത്രാ സംഘത്തിലെ സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി വാഹനം ഓടിക്കുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റേതാണ് കണ്ടെത്തൽ. ഈ വാഹനം ഓടിച്ചത് ഈ നൌഷാദ് അലിയാണ് എന്നുള്ളതാണ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്ന ഫാഹിസ് ആണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. 6-ാം വളവിൽ നിന്ന് ഇവർ ചിത്രം പകർത്തുന്നത്, 16-ാം വളവിൽ നിന്ന് ഇവർ ചിത്രമടക്കം എടുക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി ഏറെ നേരം ചിലവഴിച്ചൊരു ചായയൊക്കെ കുടിച്ച് അവിടെ ചിത്രങ്ങൾ എടുത്തതിന് ശേഷമാണ് ഈ 16-ാം വളവിൽ നിന്ന് ഇവർ യാത്ര തിരിക്കുന്നത്. ആ സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ഈ നൌഷാദ് അലിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സുജയ് സൂചിപ്പിച്ചത് തന്നെയാണ്. നൌഷാദിനെ സംബന്ധിച്ച് 39-കാരനാണ്. അദ്ദേഹം ഏറെക്കാലമായി വാഹനം ഓടിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ആ സ്കൂളിലെ പാങ്ങ സ്കൂളിലെ സ്കൂൾ ബസ് ഡ്രൈവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് ഇദ്ദേഹമെന്ന് ഈ മോട്ടോർ വാഹന വകുപ്പും അടിവരയിടുന്നുണ്ട്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇപ്പോഴും ഈ മോട്ടോർ വാഹന വകുപ്പിനടക്കം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവർ പറയുന്നത് അവിടെ ഒരു അടിയന്തര ബ്രേക്കിംഗ് നടന്നതായി കണ്ടിട്ടില്ല. കാരണം ഒരു വാഹനം ആദ്യഘട്ടത്തിൽ ഇവരെ ക്രോസ് ചെയ്തതായിട്ടുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയെങ്കിലും ഒരു അടിയന്തര ബ്രേക്കിംഗ് അവിടെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ആ റോഡിൽ അങ്ങനെ ഒരു ബ്രേക്കിംഗ് നടന്നതിന്റെ പാടുകളില്ല. വാഹനത്തെ സംബന്ധിച്ച് ഒരു ബ്രേക്കിംഗ് തകരാറുണ്ടാകേണ്ട സാഹചര്യവുമില്ല. കാരണം 16-ാം വളവിൽ നിന്നാണ് ഈ വാഹനം എടുക്കുന്നത്. അതിനുശേഷം 13-ാം വളവിലേക്ക് എത്തുന്നു. ആ 3 വളവുകൾക്കിടയിൽ സ്വാഭാവികമായി ഈ ബ്രേക്ക് ചൂടായി ഒരു തകരാറിലേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായത് എങ്ങനെയെന്ന് കണ്ടെത്തണം. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ ഇവർക്ക് മുന്നിൽ ഓക്കെ, അപ്പൊ ഇതാണ് ബിഗ് ടി വി ബ്രേക്ക് ചെയ്ത ന്യൂസ്. ഇത് തന്നെയാണ് കുറെ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഡ്രൈവർ മാറി എന്നുള്ളത്. 16-ാം വളവിൽ നിന്ന് 13-ാം വളവിലേക്ക് വരുമ്പോൾ ആ ഷോർട്ട് ഡിസ്റ്റൻസ് കൊണ്ട് ബ്രേക്ക് ചൂടാവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒന്നാമത് ഈ ട്രാവലറിന് ബ്രേക്ക് ചൂടാവുന്നൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പലരും ഇപ്പോൾ വീഡിയോ ഇട്ട് പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിലുണ്ട്. നിങ്ങളും കണ്ടു കാണും. ആ ഒരു ട്രാവലറിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ബ്രേക്ക് ചൂടാവുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അത് ബ്രേക്ക് ചവിട്ടി ഇറങ്ങുമ്പോൾ ചുരം ഇറങ്ങുമ്പോൾ ഏത് ഗിയറിലാണോ കയറി ആ ഗിയറിൽ ഇറങ്ങണം എന്നുള്ളത് ആ വണ്ടിക്ക് അങ്ങനെയാണെന്നാണ് പറയുന്നത്. സമ്മതിച്ചു. പക്ഷേ ഈ 16-ാം വളവിൽ നിർത്തി സെൽഫി എടുത്ത് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് അവർ ഇറങ്ങി വരുമ്പോൾ ഈ 3 വളവ് അതിപ്പോൾ എത്രയാവും ഡിസ്റ്റൻസ്? എത്ര കിലോമീറ്റർ കാണും? 3 കിലോമീറ്ററിനുള്ളിൽ അല്ലേ? അതിന് മേലേക്ക് കൂട്ടിക്കും, ഒരു 5 കിലോമീറ്റർ കൂട്ടിക്കും. ഈ 5 കിലോമീറ്റർ കൊണ്ട് ഈ നിർത്തിയിട്ട് കൂൾ ഡൗൺ ആയ ആ ഒരു ബ്രേക്ക് ഡ്രമ്മ് മൊത്തത്തിൽ ഈ 5 കിലോമീറ്റർ ഇവിടെ എത്തുമ്പോൾ ചൂടാവണമെന്നുണ്ടെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ഓടിച്ചത് കൊണ്ട് ഒന്നിലേക്ക് ഓവർ സ്പീഡ് ആയിരിക്കും അല്ലേ? ചൂടിൻ്റെ പെട്ടെന്ന് കുറയണം എന്നില്ല. പക്ഷേ ചിലപ്പോൾ ഓവർ സ്പീഡ് ആയിരിക്കാം. ഒന്ന് ഈ ചൂട് കൂടാനുള്ള കാരണം കൂൾ ഡൗൺ ആയി കിടന്ന വണ്ടി രണ്ടാമത് എടുത്ത് വരുമ്പോൾ വീണ്ടും അത് ചൂടാവണമെങ്കിൽ ഒന്നിലേക്ക് അതിന്റെ സ്പീഡായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി കംപ്ലീറ്റ്ലി ആ വ്യക്തി എങ്ങനെയാണോ ബാക്കി സ്കൂൾ ബസ്സും സാധനമൊക്കെ ഓടിക്കുന്നത് അതുപോലെ ബ്രേക്ക് പിടിച്ച് ഓടിച്ചിട്ടുണ്ടാവും. അതിനും ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിലും ഈ ഷോർട്ട് ഡിസ്റ്റൻസിൽ ഇത്ര ചൂടാവണമെങ്കിൽ അപ്പം അത്രയും ബ്രേക്ക് ഓടിയിട്ടുണ്ടോ? അത്രയും സ്പീഡിൽ പോന്നിട്ടുണ്ടോ? അതൊക്കെയാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവർ പറഞ്ഞല്ലോ ഈ വണ്ടിയുടെ മുന്നിലൊരു വണ്ടി ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷെ ബ്രേക്ക് പിടിച്ച പാട് കാണാനില്ല ആ വളവിൽ. ഒന്നാമത്തെ കാര്യം, ഈ ബസ് ആ ചുരത്തിൻ്റെ വളവിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വളച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ആ റൈറ്റ് സൈഡിൽ ആ സേഫ്റ്റി ബാരിയർ കഴിഞ്ഞിട്ട് ഇത് പോയി താഴെ വീഴുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ മുന്നിലോ പിന്നിലോ ഒരു വണ്ടി നിന്ന് കളിച്ചിട്ട് ബ്രേക്ക് പിടിച്ച പാടുമില്ല എന്ന് വിചാരിച്ചോ, നേരെ പോയിക്കാണ് പാടില്ല, റോഡിലെവിടെയും പാടില്ല. ഞാൻ അത്യാവശ്യം ഇത്രയും വർഷത്തിനിടയിൽ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് വയനാട് ചുരവും നാടുകാണി ചുരവും അങ്ങനെ അത്യാവശ്യം ചുരങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും ചുരത്തിൽ കണ്ടിട്ടുള്ളത് ഈ ബൈക്കുകാരോ അല്ലെങ്കിൽ വേറെ കാറുകാരോ ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, വലിയ വണ്ടി ഇപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, വലിയ വണ്ടി വളച്ച് റൈറ്റിലൂടെ എടുക്കുമ്പോൾ ലെഫ്റ്റിൽ അതിൻ്റെ ഇടയിൽ കൂടി നൈസായിട്ട് കയറ്റിപ്പോകും. ഓക്കെ, ഇതൊരു മെയിൻ പോയിൻ്റാണ് ഇതിൽ. ഈ ബസ് അത്യാവശ്യം സ്പീഡിലാണ് വരുന്നത്. ആ വലിയ ടേണ്, ആ ചുരത്തിൻ്റെ ടേണ് കണ്ടപ്പോൾ റൈറ്റിലൂടെ, അത് മാക്സിമം ഏരിയ കവർ ചെയ്യാനാണ് റൈറ്റിലൂടെ അത് വളച്ചെടുക്കുന്നത്. ആ ടൈമിൽ അടിയിൽ നിന്ന് കയറി വരുന്ന ഏതെങ്കിലും ബൈക്കുകാരൻ റൈറ്റിൽ കൂടിയാണല്ലോ, റൈറ്റാണോ അവൻ്റെ സ്ഥലം, ഏതെങ്കിലും ബൈക്കുകാരൻ പെട്ടെന്ന് കയറി വന്നിട്ട് ഈ ബസ്സിനെ കണ്ടപ്പോൾ ബൈക്കുകാരൻ വെട്ടിച്ച് ലെഫ്റ്റിൽ കൂടി കയറിപ്പോയി ഈ ചങ്ങായി ഇത് കണ്ട് പാനിക്കായിട്ട് അങ്ങോട്ട് സൈഡിലേക്ക് കയറിപ്പോയതാണെങ്കിലോ എന്നുള്ളൊരു സംശയം എനിക്ക് പേഴ്സണലി തോന്നി. ഈ സംശയം എനിക്ക് തോന്നാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഈ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത്, രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളുടെ ഈ അറിയുന്ന ആളുകൾ സ്വിഫ്റ്റിലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവർ പറയുന്നത് അവർക്ക് നിയന്ത്രണം വിട്ട് അടിച്ചതെന്നാണ് പറഞ്ഞത്. നേരെ താഴ്ചയിലേക്ക് മറിയായിരുന്നു. അത് ആപ്പോസിറ്റിൽ ഒരു 2 വീലർ വന്നതായിട്ട് അവർക്ക് അറിയില്ലോ. അതിനുശേഷം സൗണ്ട് കേട്ടിട്ടാണ് നോക്കിയത്. പിന്നെ ഞങ്ങൾ ചുവട്ടിൽ പോയി നോക്കുമ്പോൾ ലേഡീസും കുട്ടികളുള്ള കാരണം ഞങ്ങൾക്കത് ബാക്കി കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉടനെ ഞങ്ങൾ അറിയിച്ചു എന്ന് മാത്രം. അവിടെ കണ്ണ് മൂടുന്ന രീതിയിൽ കോട ഇറങ്ങിയിട്ടോ മഞ്ഞുള്ളതോ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇല്ല. വിസിബിലിറ്റി ഫൈനാണ്. ഇപ്പം ഈ വ്യക്തി പറഞ്ഞത് കേട്ടോ, ഓപ്പോസിറ്റിൽ നിന്നൊരു ബൈക്ക് കയറി വന്നു. ഒന്നാമത്തെ സീൻ ഇവിടെ ഈ ചുരത്തിൽ എവിടെയും ഒരു ചുരത്തിലും CCTV ഇല്ല. അതൊരു വലിയ മേജർ ഡ്രോബാക്കാണ്. പിന്നെ ഈ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് രാജാക്കന്മാരും സായിപ്പന്മാരും കാലത്ത് ഉണ്ടാക്കിയ അതേ എന്താ പറയുക ആ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതേ ഇൻഫ്രാസ്ട്രക്ചറാണ്. കാലം മാറി, വണ്ടികളുടെയൊക്കെ എന്താ കപ്പാസിറ്റി മാറി, ഒക്യുപ്പൻസി മാറി, റോട്ടിൽ കൂടി പോകുന്ന വണ്ടിയുടെ എണ്ണം കൂടി. അപ്പം എന്ത് ചെയ്യണം? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. നാട്ടിലെ റോഡ് മാത്രമല്ല, 2 നാട് തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം അടക്കം എന്ത് ചെയ്യണം? കുറച്ചും കൂടി അവർ ഇമ്പ്രൂവ് ചെയ്യണം. ആ ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റിയും അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കണം. ഇപ്പം പണ്ടുണ്ടാക്കിയതിൽ പലതിലും എന്തുണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവാം. അതൊന്നും ഇവിടെ ഇല്ല. അങ്ങനത്തെ ഒരു അഡ്വാൻസ്ഡ് പരിപാടി ഇവിടെ കാണിച്ചിട്ടില്ല. ചുരം എന്താണോ ചുരം അത് അതേപോലെ ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞാൽ അവരുണ്ടാവുന്നതും രണ്ടാമത് അത് തട്ടിക്കൂട്ടി ടാറൊക്കെ ചെയ്ത് വിടും. ഇതിപ്പോൾ എല്ലാ വർഷവും ഒരു മഴക്കാലം കഴിഞ്ഞാൽ എല്ലാ ചുരത്തിലും നടക്കുന്ന പരിപാടിയാണ്. പക്ഷെ അങ്ങനെയല്ല. അതൊക്കെ മാറ്റി ഇപ്പോൾ വണ്ണം കൂട്ടാൻ പറ്റിയ സ്ഥലത്ത് വണ്ണം കൂട്ടി, ഈ കേവ് ഒന്നും കൂടി അടിപൊളിയാക്കി അവർക്ക് സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണം. ഇവിടെ അങ്ങനത്തെ മാറ്റങ്ങളൊന്നും നാട്ടിലില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ട. അറ്റ്ലീസ്റ്റ് ഒരു ക്യാമറ, ഇപ്പോൾ ചുരമാണ്, അവിടെ ലൈറ്റ്സും ക്യാമറയും വെച്ച് കഴിഞ്ഞാൽ അപകടം നടക്കുമ്പോൾ എന്താ കാരണം എന്തെങ്കിലും മനസ്സിലാവും. ഇത് അതുമില്ല. ഇനി അതും പോട്ടെ, ഒരു ടൂർ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെമ്പോ ട്രാവലറാണ്. അറ്റ്ലീസ്റ്റ് അതിനകത്ത് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ബസ്സുകളിലും പല ടെമ്പോ ട്രാവലറിലൊക്കെ ലോങ് ഡിസ്റ്റൻസ് പോകുന്നതിലൊക്കെ ഒരു ക്യാമ് കാണും. ഫ്രണ്ടിൽ ഡാഷിൻ്റെ മുകളിൽ ഒരു ക്യാമ് ഫ്രണ്ടിലും കാണും, ബാക്കിലും കാണും. ഈ വണ്ടിയിൽ അങ്ങനെ ഒരു ക്യാമ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവുമില്ല. അവിടെയാണ് ഇപ്പോൾ ഈ വ്യക്തി പറഞ്ഞതിൽ എനിക്കൊരു സംശയം തോന്നിയത്. അതായത് റൈറ്റ് സൈഡിലൂടെ അത്യാവശ്യം സ്പീഡിൽ വന്ന ഈ ടെമ്പോ ട്രാവലർ ഈ സാധനം അതായത് ഏതെങ്കിലും ഒരു വണ്ടി കുറുക്കെ ചാടിയാലാണ് പിന്നെ കൺട്രോൾ പോവുക അല്ലേ. റൈറ്റ് സൈഡിലൂടെ അതേ ട്രാക്കിൽ ഒരു ബൈക്ക് കയറി വന്നു എന്നുള്ളൊരു സംശയം ഭയങ്കരമായിട്ടുണ്ട്. ഇനി വേറൊരു വ്യക്തിയും കൂടിയും അവിടെ ഈ ഇൻസിഡന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറയുന്നത് കൂടിയും കേട്ടോ. ஒரு 5 மணி இருக்குன்னு நினைக்கிறேன். நான் கீழேருந்து மேலே வந்துட்டு இருந்தேன். பயங்கர டிராஃபிக், கீழே வண்டியெல்லாம் எதுவுமே விடவே இல்லை. பார்த்தீங்கன்னா வண்டி வந்த வாக்கில் அப்படியே நேராக திரும்பாமல் போயிட்டாங்க. அது வர்றது என்னென்னா மெயின் வந்துட்டு அவங்க வந்து பாட்டு ஃபுல்லாக சவுண்டு வச்சுட்டு வரனால கீழேருந்து வர சவுண்டெல்லாம் அவங்க கேட்க மாட்டேங்குது. மொத்தம் 13 பேர் சொன்னாங்க, ഡ്രൈവറോട് சேர்த்து 14. കേട്ടോ, അതായത് അവർ പാട്ടൊക്കെ നല്ല സൗണ്ടിൽ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഈ വളവ് വളയ്ക്കുമ്പോൾ വരുന്ന വണ്ടി ഓൺ അടിച്ചതോ വരുന്നതോ ചിലപ്പോൾ ഒരു ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല എന്നുള്ളതും ഈ വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് കൂട്ടി വായിക്കുക. അപ്പം എനിക്ക് തോന്നിയൊരു ഒരു ഒബ്സർവേഷനാണ് ഞാൻ പറഞ്ഞത്. 16ാം ചുരത്തിൻ്റെ വളവിൽ നിന്ന് ഫോട്ടോ എടുത്ത് എല്ലാം സെറ്റിലായിട്ട് അവിടുന്ന് ഡ്രൈവർ മാറി ഷിഫ്റ്റായി കയറി. ആ ഡ്രൈവർക്ക് ആ ടെമ്പോ ട്രാവലർ അയാൾ ഇനി എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടി അയാൾക്ക് പുതിയതാണ്. അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റവും അതിൻ്റെ പരിപാടികളൊന്നും അയാൾക്ക് അറിയുന്ന കാര്യമായിരിക്കില്ല. വണ്ടി കയറുന്നു, പാട്ട് ഉണക്കുന്നു, ഒരു അടിച്ചുപൊളി വൈബിൽ അവർ ചുരം ഇറങ്ങി വരുന്നു. 16ൽ നിന്ന് 13ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലൂടെ കുറച്ചും കൂടിയും എന്താ പറയുക ആ ചുരത്തിൻ്റെ 13ാം ചുരത്തിൻ്റെ ആ ടേൺ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയി. അപ്പോൾ ഒന്ന് വീശി വളച്ചെടുത്തിട്ടുണ്ടാവും. ആ വീശി വളച്ചെടുക്കുന്ന എടുക്കല് ഓപ്പോസിറ്റ് റൈറ്റിൽ നിന്ന് എങ്ങാനും വല്ല ബൈക്കും കയറി വരുമ്പോൾ പെട്ടെന്ന് പാനിക്കായിട്ട് പിടിച്ചാൽ കിട്ടിയിട്ടുണ്ടാവില്ല. സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റി അല്ലേ. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, സംഭവിച്ചിരിക്കാം. കാരണം ഇതിനൊന്നും ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡാഷ് ക്യാം ഇല്ല, ഒരു CCTV സാധനം ഇല്ല, ഒന്നുമില്ല. അവിടെ ദൃക്സാക്ഷികളാണെന്ന് പറയാനുള്ള ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. ഇനി ആകെ ഉള്ളത് ആ വണ്ടി ഓടിച്ച ഡ്രൈവറും വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളും മാത്രമാണ്. ഇനി അവരെന്തെങ്കിലും മൊഴി കൊടുക്കുന്ന സമയത്ത് ഇനി നമുക്കിതിനകത്തൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു ലേഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അവരുടെ പേര് RV മായ എന്നാണ്. ഇവർക്ക് ടെലിപ്പതി പോലത്തെ എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ള ഇതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം അവരുടെ പോസ്റ്റിലൂടെ അവർ ടെലിപ്പതി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഈ അപകടം നടക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പിട്ട പോസ്റ്റാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. വലിയൊരു അപകടം, അതായത് ബസ് കൊക്കയിൽ
താഴ്ചയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധിക്കാലത്ത് എന്നതായി ഞാൻ കാണുന്നു. പോകുന്നവർ എല്ലാം വളരെ ശ്രദ്ധിക്കൂ. ഇറ്റ്സ് എ ടെലിപ്പതി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എഴുതി അവർ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതേ കാര്യം അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. ഓക്കെ, അതായത് ഏപ്രിൽ 11-ാം തീയതി. ഇപ്പോൾ ഈ അപകടം നടന്നതിന് ശേഷം ഇവരുടെ പ്രൊഫൈലിലേക്ക് ഇവർ ഈ ഒരു പോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഞാൻ അന്ന് ഇട്ടിരുന്നില്ലേ, അന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നു അല്ലെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ എഗെയിൻ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിന് അടിയിൽ കുറേ കാര്യങ്ങൾ കമൻറ്റ് വന്നപ്പോൾ അവർ ആ പോസ്റ്റിനകത്ത് തന്നെ കൊടുത്തൊരു വേറൊരു കമൻറ്റ് റിപ്ലൈ ഉണ്ട്. അതായത് പ്രീവിയസ്ലി ഏപ്രിൽ 11-ാം തീയതി ഇട്ട പോസ്റ്റിനടിയിൽ ഏത് ഏരിയയിലാണ് എന്ന് ചോദിച്ച സമയത്ത് കേരള തമിഴ്നാട് ബോർഡർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ടൂറിന് പോകുന്ന ഒരു കൂട്ടം ആളുകൾ അപകടത്തിൽപ്പെടും, 16 പേര് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടെന്നുള്ളത് അവർ കാണിക്കാൻ വേണ്ടി ആ സാധനങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. ആൻഡ് അപകടത്തിൽപ്പെട്ട വണ്ടിയുടെ നമ്പർ 7288 ഇവരുടെ ബൈക്കിൻ്റെ നമ്പറും 7288. ഓക്കെ, അപ്പോൾ ഈ ടെലിപ്പതി കണക്ഷൻ എങ്ങനെയെന്നുള്ളതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ കാര്യങ്ങൾ. എനിക്കിതൊരു കോയിൻസിഡൻസ് അതുകൊണ്ട് വൈ ബിക്കോസ് ടെലിപ്പതി ഒന്നും ഒരു പ്രൂവൺ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ആസ് പെർ മൈ നോളജ് ടെലിപ്പതി എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇൻറ്റ്യൂഷനാണ്. അല്ലാതെ അയാളുടെ ഇനി വേറൊരു ഇന്ദ്രിയം പ്രവർത്തിച്ചു, വേറൊരു എന്താ പറയുക രീതിയിലുള്ളൊരു സെൻസ് അവർക്കുണ്ട്. ഓക്കെ, നമ്മളാരും അറിയാത്ത വേറെ അവർക്ക് ഇറങ്ങി പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ എന്തോ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈൻ, ഇത് മറ്റേ മമ്മൂട്ടീൻ്റെ സിനിമ അയ്യർ ദ ഗ്രേറ്റിലൊക്കെ പറയുന്ന പോലത്തെ ഒരു ഐറ്റം ആണോ എന്നുള്ളത് എനിക്കെന്തായാലും കൺവിൻസിങ് അല്ല. ബട്ട് സ്റ്റിൽ ഇത് എല്ലാവരും ഭയങ്കരമായിട്ട് ഈ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവരിത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മറുനാടൻ മലയാളി അവരുടെ ചാനലിനകത്ത് ഇവരുടെ ഒരു ഇൻ്റർവ്യൂ, ഇവർ അത്യാവശ്യം ഇപ്പോൾ വൈറലായല്ലോ, അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും കൂടി നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഞാൻ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം അടുപ്പിച്ചായിട്ട് പാരാസൈക്കോളജിയും അതേപോലെ തന്നെ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തുമായിട്ടുള്ള ഏരിയയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ പഠനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുൻപും പ്രീ കൊഗ്നിഷൻ ടെലിപ്പതിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഒരു പ്രീ കൊഗ്നിഷൻ ടെലിപ്പതി ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. മാക്സിമം എനിക്കിങ്ങനെ കിട്ടുന്ന ടെലിപ്പതി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് വഴി മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അങ്ങനെ കാണാൻ പറ്റുന്നത് ദുരന്തങ്ങളും നമുക്ക് വരാനുണ്ടാകുന്ന അപകടങ്ങളും ഒക്കെ തന്നെയാണ്. എന്ന് വെച്ചുകൊണ്ട് മറ്റേതില്ല എന്നല്ല, ഉണ്ട്. അപ്പം നമ്മൾ അപകടത്തിനെയും ദുരന്തത്തിനെയാണല്ലോ കുറയ്ക്കേണ്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പോസ്റ്റുകൾ കഴിവതും മാക്സിമം ആൾക്കാരിലോട്ട് എത്തിക്കാനും ആൾക്കാരെ അവെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഇട്ടത്. എൻ്റെ ഒരു ധാരണ, ഞാൻ സാധാരണ കാണുന്ന ടെലിപ്പതി ഒരു 7 ദിവസം മുതൽ ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ നടക്കുന്നതായിട്ട് ഞാൻ പല കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിപ്പോഴല്ല, ഏകദേശം എനിക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു അത്. എനിക്കങ്ങനെ അതൊരു കഴിവാണെന്ന് തന്നെ തിരിച്ചറിയുന്നത് ഞാൻ ഈ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. എനിക്ക് എന്തുകൊണ്ട് ഇത് കൺവിൻസിങ് അല്ല എന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഇത് കൺവിൻസിങ് അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇവർ പറയുന്നത് ഇവരുടെ ഈ ടെലിപ്പതി തോന്നുന്ന കാര്യങ്ങളൊക്കെ 7 ദിവസമോ 2 വർഷം കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പം ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇവിടെ ഇരുന്നൊരു പ്രഡിക്ഷൻ പറയുകയാണ്. ഈ പ്രഡിക്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ ആ പ്രഡിക്ഷൻ പറയും തന്നെ എൻ്റെ ഒരു തൊഴിലാക്കി ഞാൻ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ എൻ്റെ ലൈഫിൽ ഞാനതൊരു ഫണ്ണായിട്ട് ഞാൻ അതിനോട് അഡിക്റ്റ്. ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ഇവർ പാരാനോർമൽ സൈക്കോളജി, പാരാനോർമൽ ആക്ടിവിറ്റി ഒക്കെ പഠിക്കാനും ഇവരുടെ ഒരു ലൈഫിൻ്റെ ഒരു പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർ അങ്ങനത്തെ സൈക്കിക് മീഡിയ ആയിട്ടും പാരനോർമൽ സാധനമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ആൻഡ് ഇവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെലിപ്പതി, ഇൻറ്റ്യൂഷൻസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളിലൂടെ പോയി ഡേ ടു ഡേ ലൈഫിൽ ഇവരുടെ പരിപാടി ഇതിലേക്കാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തി ടൈമും മൈൻഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക ഇതിൻ്റെ റിസർച്ചും ഇതിൻ്റെ കാര്യങ്ങളിലും ആവുമ്പോൾ അവർ ഇതേപോലുള്ള കാര്യങ്ങൾ ഓക്കെ. ഇപ്പോൾ ഇവരിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തത് തന്നെ നമുക്ക് പറയാം, ഈ വണ്ടി മറിഞ്ഞ കാര്യം. ഇപ്പം നാളെ ഞാൻ പറയുകയാണ്, കേരളത്തിൽ അടുത്ത ഒരു ശബരിമല സീസൺ സമയത്ത് ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ അപകടത്തിൽപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇന്ന രീതിയിലുള്ളൊരു 4 ചക്ര വാഹനം, ഒരു കാറാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, അതിനകത്തൊരു 3-4 ആൾ, ലൈക്ക്
അങ്ങനത്തെയൊക്കെ പ്രഡിക്റ്റ് ചെയ്താണ് ഇടുക. ഇതൊക്കെ ഒരു കോമൺ പ്രഡിക്ഷനാണ്, അല്ലാതെ പിൻ പോയിന്റ് സാധനമല്ല. ഇന്ന വ്യക്തി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ന വ്യക്തികൾ ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ. നോ, ഇതിങ്ങനെ എന്താ പറയുക, ജസ്റ്റ് എ പ്രഡിക്ഷൻ. അടുത്തൊരു മഴക്കാലം വരാൻ പോവാണ്. മഴക്കാലത്തിൽ ഇന്ന സ്ഥലത്ത്, അതായത് പ്രളയം ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് മോസ്റ്റ് മെജോറിറ്റിയും കേരളത്തിലുള്ളത്. അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ റോട്ടിൽ ഇന്ന രീതിയിലൊരു ആക്സിഡൻറ്റ് ഉണ്ടാവാം, പ്രളയം കൊണ്ട് ഇത്ര ആൾക്കാർ പോവാം. ഇങ്ങനത്തെയൊക്കെ ഒരു ജനറലായിട്ട് ആർക്കും ചെയ്യാൻ കുറച്ച് അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട്, സമയം ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രഡിക്ഷൻസ് ചെയ്തിട്ട് അത് 7 ദിവസവും 2 വർഷത്തിനിടയിലും അങ്ങനെ ഒരു സാധനം സംഭവിക്കും എന്ന് പറയുമ്പോൾ, സിമിലർ കൈൻഡ് ഓഫ് എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ ഓക്കെ, ഞാൻ അന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കണക്ട് ചെയ്ത് വിടാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്കിത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ 2 കൊല്ലം എന്നുള്ളത് മാറ്റിയിട്ട് 2 കൊല്ലം 7 to 2 മാസത്തിന്റെ ഉള്ളിൽ. രണ്ടുമില്ല, എനിക്ക് തോന്നിയ ഇത് ഒരു 7 ദിവസത്തിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ചു. അല്ല ഇത് 7 ദിവസവും അല്ലെങ്കിൽ ഒരു 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ അതാണ്, അവിടെയൊക്കെയാണ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റാത്തത്. ഫ്രണ്ടിൻ്റെ അഡ്വക്കേറ്റ് ആണ് പുള്ളിക്കാരനെ. എനിക്ക് ഇതുപോലെ മെസ്സേജ് അയച്ചു, ഇതുപോലെ ശ്രീനന്ദം എന്ന് പറയുന്ന ഒരു 16 വയസ്സുള്ള കുട്ടിയെ കാണാനില്ല, 4 ദിവസമായി നീ ന്യൂസ് കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഞാൻ 2-3 ദിവസം കൊണ്ട് നല്ല തിരക്കിലായിരുന്നു, ഞാൻ ന്യൂസ് കണ്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്നാൽ ശരി, നീ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു ആ കുട്ടി ജീവനോടില്ല, ആൾ സ്ലിപ്പായി പോയി, ആൾ മരിച്ച് കിടക്കുന്നതാണ്, ഇതേപോലെ തന്നെ ഒരു പുഴയോട് അടുത്താന്ന് പറഞ്ഞു. അത് പറഞ്ഞ് വൈകുന്നേരം ഒരു ഉച്ച കഴിച്ചപ്പോഴാണ് ആ കുട്ടീനെ അന്ന് കണ്ടത്. അന്ന് ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ അന്ന് ഫ്രീ ആയിരുന്നു. അന്ന് ടെലിപ്പതിയായിട്ട് ഈ ശ്രീനന്ദയുടെ കാര്യം ഞാൻ അനലൈസ് ചെയ്തപ്പോഴാണ് ഈ ടെലിപ്പതി എനിക്ക് ഓട്ടോമാറ്റിക്കലി കയറി വരുന്നത്. ഏത് ദിവസമായിരുന്നു അത്? ദിവസം ഇപ്പോൾ ഒരു 7 ദിവസത്തിന് മുന്നേ ആണ്, എനിക്കൊന്ന് 10-ാം തീയതി ആണെന്ന് തോന്നുന്നു, ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല. അന്ന് പോസ്റ്റ് ഇടുകയും ചെയ്തു. അന്ന് പോസ്റ്റ് ഇട്ടില്ല, എൻ്റെ പിറ്റേ ദിവസമാണ് പോസ്റ്റ് ഇട്ടത്. കാരണം ശ്രീനന്ദയുടെ സംഭവം നടക്കുന്ന ആ പോസ്റ്റ് അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പിറ്റേ ദിവസമാണ് ഈ പോസ്റ്റ് ഞാൻ ഇട്ടത്. കാരണം അന്ന് സാധാരണ ഞാൻ ടെലിപ്പതിയായിട്ട് എനിക്ക് കിട്ടുന്ന ഈ കാര്യം ഞാൻ എൻ്റെ ഗ്രൂപ്പിലാണ് അന്ന് തന്നെ ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് ഈ ടെലിപ്പതി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലോട്ട് കയറി വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എഗെയിൻ അവർ പറയുന്നത് അടുത്ത് നടന്ന ശ്രീനന്ദേൻ്റെ കേസ് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മളുടെ ഒബ്സർവേഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്ത ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയെങ്കിലും ഇപ്പം ഇങ്ങനെ പറയുമായിരുന്നു, എന്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. എൻ്റെ വീഡിയോനകത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ടൂർ പോകുന്നവർ ശ്രദ്ധിക്കുക, ഇതേപോലെ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ബാരിക്കേഡ് ചാടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാഷ്വലി പറയുമല്ലോടെ. അപ്പം ഇവർ ഓൾറെഡി ഈ ശ്രീനന്ദേൻ്റെ കാര്യങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് തോന്നാം. കാരണം നാളുകളിൽ ഇതിപ്പോൾ അവരെ ഫാമിലി ട്രിപ്പ് പോയതാണ്, കേരളത്തിൽ നിന്ന് ഹംപിക്കാണ്, അവർ കർണാടകയ്ക്കാണ് പോയത്, മനസ്സിലായി, അവിടുന്ന് ചിക്മംഗ്ലൂരിക്കാണ് പോയത്. അപ്പോൾ ഫാമിലി ആയിട്ട് 40 പേര് ട്രാവൽ ചെയ്ത സമയത്ത് ആ കുട്ടിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഇനി ഇതേപോലെ ഈ യാത്രകൾ ഇനി ഒരുപാട് പേര് കേരളത്തിൽ ഈ ഒരു ഒന്നാമത് നമ്മളെ നാട്ടിൽ ചൂടാണ്, കുറച്ചും കൂടി തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിലേക്കോ ദൂരത്തേക്ക് എന്താ പറയുക ടൂർ പോകുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോകുന്ന വഴിക്ക് വല്ല ആക്സിഡൻറ്റും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ചുരത്തിൽ നിന്നായിരിക്കാം. അങ്ങനത്തെ ഒരു പ്രഡിക്ഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ മൈൻഡ് തന്നെ ഇതിനൊരു ആക്യുറസി കൊണ്ടുവരും. ചില കാര്യങ്ങൾ നമ്മളെ മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, മനസ്സിലായി. നമ്മൾ ഒറ്റ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ മൈൻഡ് വർക്ക് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഇതിപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുറേ കാലം കളിച്ച് ഒരു ബോളർ ഓടി വരുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ്റെ വരുന്ന ആക്ഷനും അവൻ്റെ ഓടി വരവും അവൻ ഇന്ന ലെങ്ത്തിലാവും എറിയുക. പിന്നെ അവൻ്റെ കൈ മാത്രം നോക്കിയാൽ ആ ലെങ്ത്തിലേക്ക് ആണോ ബോൾ ഇടുന്നത്. ബാക്കി വരുന്നതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളുടെ മസിൽ മെമ്മറി വർക്കായി, നമ്മൾ ആ പൊസിഷനിലെത്തി നമ്മൾ അടിച്ചിട്ടുണ്ടാവും, മനസ്സിലായോ. അത് നമ്മളെ ബ്രെയിൻ, നമ്മളെ മസിൽ മെമ്മറി, നമ്മളെ ഇൻഡ്യൂഷൻ കളിച്ച് സെറ്റ് ആവുകയാണ് അവിടെ. അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ പ്രഡിക്ഷൻസും. പറഞ്ഞ് ചിന്തിച്ച് ഈ സാധനങ്ങൾ ലാസ്റ്റ് എന്താവും, ഓൾമോസ്റ്റ് ഒരിക്കലും 100% ആക്യുറേറ്റ് ആവില്ല ആരതും. അങ്ങനത്തെ ഒരു കഴിവുള്ളവരൊക്കെ റെയർ ഓഫ് ദ റെയറസ്റ്റ് പീസുകളായിരിക്കും. ഇപ്പം ഇവർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നാട്ടിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നാളെ ഇനി ഇവർ ഒന്നും കൂടി പ്രഡിക്റ്റ് ചെയ്യാണ്, ഇതുപോലെ ഇനി ഒന്നും കൂടി സംഭവിക്കാം. ശരിയാണ്, നമ്മൾ ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ഒരു ദിവസം ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. അതിൽ ടൂർ പോകുന്ന, ഇപ്പോൾ സ്കൂൾ പൂട്ടലും പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് വെക്കേഷന് ടൂർ പോകുന്ന ഫാമിലീസ് അതിൽ ഇൻക്ലൂഡ് ആവും ചിലപ്പോൾ.
അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂൾ കോളേജിൽ നിന്ന് പോകുന്ന ടൂറുകളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, കാറായിരിക്കാം. സോ ഒരു പ്രിസൈസ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിന് ഇന്ന ആളുകൾ എന്നുള്ളത് പറയാൻ പറ്റുന്നിടത്ത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. ആ 3 കുട്ടികൾക്കും സത്യം പറഞ്ഞാൽ അപകടം സംഭവിക്കേണ്ടതായിരുന്നു. ഞാൻ പക്ഷേ അന്ന് തൊട്ട് ആ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റ് കുറയ്ക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നത് ഇതൊരു സെക്കൻഡ് ട്രാജഡി ആയിട്ട് ഇവിടെ നടക്കേണ്ടതായിരുന്നു. കാരണം ഇവർ 13 പേരാണെങ്കിൽ ബാക്കി ഒരു 3 പേരോട് ഔട്ടറിൽ നിന്ന് വരേണ്ടെന്നതാ ശരിക്കും. അങ്ങനെ മൊത്തത്തിൽ 16 പേര് പോകണ്ടെന്ന വലിയൊരു ആക്സിഡൻ്റ് ആയിട്ടാണ് മാറേണ്ടുന്നത്. പക്ഷേ ഞാനിത് ഒരുപാട് പേരുടെ അടുത്ത് ഷെയർ ചെയ്തത് കൊണ്ടും എനിക്കിതിൻ്റെ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ കിട്ടിയ ആ ഒരു സ്പിരിച്വൽ എനർജീനെ എഫക്റ്റ് കുറയ്ക്കാനും പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഞാൻ കാണുന്നതിൻ്റെ എല്ലാ എഫക്റ്റ് ഒരുപാട് പേരോട് പറയുന്നത് കൊണ്ട് ഒരുപാട് വേറെ കുറേ ടെക്നിക്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ അതിങ്ങനെ തീവ്രത കുറയുമ്പം അപകടത്തിന്റെ വ്യാപ്തി കുറയും. കാരണം അത് ഒരുപാട് കാര്യത്തിൽ ഇതിനു മുൻപ് നമ്മുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് 500-ലധികം ആൾക്കാർ മരിക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്നും ഈ പറയുന്ന പോലെ 500 പേരിൽ നിന്നുള്ളതിൽ നമുക്ക് 10-200 പേര് നമ്മുടെ മണ്ണിനൊടിയിൽ ഉൾപ്പെടെ പോയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും വീടിനെ കുറിച്ചൊക്കെ. അപ്പം അന്നും എനിക്ക് ഒരുപാട് പേരിലോട്ട് ഇത് എത്തിക്കാൻ പറ്റിയത് കൊണ്ട് ആ തീവ്രത ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈവൻ ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിയാൽ കുറച്ചുകൂടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ നമ്മളതിനെന്താ പറയുക, അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് കുറയ്ക്കുന്നതിനോടൊപ്പം ആൾക്കാരെ അവെയർ ആക്കാനും പറ്റും. ഇവര് ശരിക്കും പെടുണ്ടോ? നാളെ അവരെ വീടിന്റെ മുന്നിലുണ്ടല്ലോ ക്യൂ, അല്ലെങ്കിൽ അവർ ആൾദൈവത്തിന് കിട്ടാൻ നിൽക്കണം നമ്മളെ നാട്ടുകാർ വളർത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ലാസ്റ്റ് നിങ്ങൾ കുടുങ്ങി പോകും, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി നിങ്ങൾക്ക്. ഇത് ഞാൻ പറയട്ടെ, വ്യാപ്തി നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്ത് കുറച്ചു എന്നുള്ളത് എനിക്ക് ഫീൽ ആവുന്നില്ല. കാരണം നിങ്ങൾ വ്യാപ്തി കുറയ്ക്കാൻ നിങ്ങൾ പിൻ പോയിന്റ് ആയിട്ട് ആ കാര്യമാണോ പറഞ്ഞത്? നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന വണ്ടിയിൽ ഇത്ര പേര് എന്ന് വളരെ പെർട്ടിക്കുലറായിട്ട് പേരെടുത്ത് സ്ഥലവും സമയവും എടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ വ്യാപ്തി കുറച്ചു എന്നുള്ളത് നോക്കാം. റാൻഡം ഗസ്, കറക്റ്റ് സമയമൊന്നും പറയണ്ട, ഇന്ന സ്ഥലത്ത് ഉണ്ടാവും പറഞ്ഞാൽ തന്നെ. അതെ, മതി. ഇതെന്താ പറയുക, ഇത് അപ്പോഴാണ് ഒരു പിൻ പോയിന്റ് ആ നടക്കാൻ പോകുന്ന സംഗതി കറക്റ്റ് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രഡിക്ഷൻ മനസ്സിലാക്കിയിട്ട് ഒരാൾ അതിൽ നിന്ന് വിഡ്രോ അടിച്ചാൽ നിങ്ങൾ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാന്ന് വിചാരിക്കും. റാൻഡം ആയിട്ടുള്ളൊരു ഗസ് നിങ്ങൾ പറഞ്ഞ നമ്പറിൽ നിന്ന് കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് കുറഞ്ഞു എന്നല്ല. ആ ഇൻസിഡൻറ്റ് നടന്നു, നിങ്ങൾ പറഞ്ഞ ഇൻസിഡൻറ്റും അതും തമ്മിലുള്ള മാത്ത് കറക്റ്റ് ആയില്ല, അതിൽ ചിലപ്പോൾ കുറഞ്ഞു, ചിലപ്പോൾ കൂടിയ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കഴിവില്ലാത്തതെന്ന് പറയൂ സ്വയം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ദഹിക്കാൻ ശേഷം പാടാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റണില്ല. അവസാനമായിട്ടാണോ ഈ ചെയ്തപ്പോഴാണോ ഇത് കാണുന്നത്, ഈ ഒരു ഇത് അവസാനം ടെലിപ്പതി? അവസാന ടെലിപ്പതി അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ടെലിപ്പതി ചെയ്തായിരുന്നു. അതിൻ്റെ ഞാൻ പോസ്റ്റ് ഇട്ടില്ല. കാരണം പോസ്റ്റ് ഇടാൻ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു ഭയങ്കര ഒരു ടെൻഷനായിട്ടിരിക്കുകയാണ് ഞാൻ. എന്തെങ്കിലും അപകടമായിട്ടാണോ? അതെ, അതും ഒരു അപകടമാണ്. പക്ഷേ ഇതിന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ചെയ്യാമെന്നല്ല, ഇപ്പം കണ്ടത് ഒരു പ്രോപ്പർ പ്ലേസാണ്. ആ പ്ലേസിലുള്ള ഒഫീഷ്യൽസിനെ അറിയിച്ചാൽ ഒരു പക്ഷേ അതിനൊരു സെക്യൂർ എടുക്കും എന്നെൻ്റെ ഒരു തോന്നലുണ്ട്. അപ്പോൾ അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല. എനിക്കൊന്ന് നാളെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലോ എന്നൊരാഗ്രഹമുണ്ട്. അതിപ്പം നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞാൽ കുറച്ചുകൂടെ എൻ്റെ ഇനി അഥവാ അപകടം ഉണ്ടായാലും വ്യാപ്തി കുറയില്ലേ? ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ലാസ്റ്റ് ടെലിപ്പതിയാണ്. ഓക്കെ, ഇത് ഞാൻ ഫുള്ള് വായിക്കുന്നില്ല. കാരണം കണ്ട രീതിയിൽ ഞാൻ പറയാതെ കുറച്ചുകൂടെ അവെയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് കണ്ട ഒരു ടെലിപ്പതി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന്, ഇതേപോലൊരു ബസ് നമ്മുടെ നാട്ടിലല്ലാതെ വേറൊരിടത്ത് അതുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. കാരണം ഇങ്ങനൊരു ട്രാജഡി വന്നുകൊണ്ട് ഇനി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പക്ഷേ അത് ട്രാവലറല്ല, വലിയൊരു ബസ്സാണ്. ഇതുപോലെ തന്നെ അതെനിക്കൊരു വാണിംഗ് ആയിട്ട് കിട്ടിയതാണ്. ഇതേപോലെ തന്നെ 16 പേര് അതിനകത്ത് സ്പോട്ടിൽ മരിക്കും എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് വെല്ലുവിളിക്കുന്ന പോലെയാണ് എനിക്കൊരു ടെലിപ്പതിയായിട്ട് കിട്ടിയത്. പിന്നെ ഒന്ന് കണ്ടത് നമ്മുടെ ആതിരപ്പള്ളി പോലെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. അത് ആതിരപ്പള്ളി തന്നെയാണ് എനിക്ക് പിന്നെ ഞാൻ ചെയ്തപ്പം കണ്ടത്. അപ്പോൾ അത് ആതിരപ്പള്ളിയിലെ ഒഫീഷ്യൽസിനെ എനിക്കൊന്ന് അറിയിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒരു കുട്ടി മേളിൽ നിന്ന് പാറയിലോട്ട് വീഴുന്നതായിട്ടാണ് കണ്ടത്. അത് ഞാൻ വീണ്ടും രണ്ടാമത് ചെയ്തപ്പം അത് 3 പേരായിട്ടാണ് കണ്ടത്. 3 പേര് വെള്ളത്തിൽ പോകും,
താഴെ പോകും. അതിലൊരാളാണ് അപകടത്തിൽപ്പെടുന്നത്. അതൊരു ചെറിയ കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റായിട്ട് കണ്ട 2 ടെലിപ്പതിയാണ്. ഈവൻ ഞാനത് ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ അതിൻ്റെ തീവ്രത കുറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അഗെയിൻ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ പോലത്തെ, ഇപ്പോൾ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു, ഇന്ത്യ പോലത്തെ ഇത്രയും ഡിഫറെൻറ്റ് ടെറൈൻസ് ഉള്ള, ഇത്രയും പോപ്പുലേഷനുള്ള, ഇത്രയും ആളുകൾ ഡേ ടു ഡേ ലൈഫിൽ ട്രാവൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് വലിയൊരു ബസ് അപകടത്തിൽപ്പെടാം. ഒരു ദിവസം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ ചിലപ്പോൾ 1-ൽ കൂടുതൽ ന്യൂസ് ഇന്ത്യയിൽ മാത്രം ഉണ്ടാവും അപകടത്തിൽപ്പെടുന്നതും ആളുകൾ മരിക്കുന്നതും. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുത്തു വെച്ച് ഐ ഡോണ്ട് നോ, ലൈക്ക് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ, എനിക്ക് വിശ്വാസമില്ല. ആൻഡ് അഗെയിൻ ഈ പറഞ്ഞ വെള്ളച്ചാട്ടം, അത് ആതിരപ്പള്ളിയാന്ന് പറയുന്നു. ഇവർ പറഞ്ഞ രീതിക്കാണെങ്കിൽ 7 ദിവസവും 2 വർഷത്തിനും ഇടയിലാവാം. ഇപ്പോൾ അടുത്തൊരു മഴക്കാലത്തായിരിക്കാം ചിലപ്പോൾ, ഇപ്പോൾ വെള്ളമൊക്കെ കുറവല്ലേ, അപ്പോൾ മഴക്കാലത്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. എടി അപകടത്തിൽപ്പെടാം. കാരണം അവിടെ ഒന്നും പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും നോക്കാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ, മനസ്സിലായോ? പിന്നെ ചിലതൊക്കെ കുരുത്തം കെട്ടിട്ട് കയറി പോയിട്ട് ചിലപ്പോൾ അവിടെ തീർന്നു പോവാം. അവിടെ അപകടം നടക്കുന്ന സമയം ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് ആണത്. അവിടെ പ്രഡിക്ഷൻ നടത്തുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. നാളെ നമുക്കും പറഞ്ഞുകൂടെ ഇതേപോലെ ഏതെങ്കിലും ആടിയമ്പാറയിലോ കേരളം കൊണ്ട് വെള്ളച്ചാട്ടത്തിലോ ഇനി ഒന്നും വേണ്ട, നമ്മളെ റോട്ടിൽ തന്നെ ഈ പോണ പോക്കിന് ചിലപ്പോൾ എവിടെയെങ്കിലും പ്രഡിക്റ്റ് ചെയ്യാൻ അത് പിൻ പോയിൻ്റ് ആക്യുറേറ്റ് ആവാൻ സാധിക്കണം. അതിനെ എനിക്ക് വിശ്വാസമുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ എന്താ പറയുക വൈൽഡ് പ്രഡിക്ഷൻസ് ആൻഡ് ഗസ്സുകളെ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പേഴ്സണലി. ഓക്കെ, ദാറ്റ്സ് മൈ കോൾ. സോ മായയെ വിശ്വസിക്കുന്നവർക്ക് ഡെലൂലുവിൽ വിശ്വസിച്ച പോലെ നിങ്ങൾക്ക് മായയിൽ വിശ്വസിക്കാം. ഞാൻ എന്താണെങ്കിലും അതിലില്ല. നെക്സ്റ്റ് ഐ എം ആസ്കിങ് മിസ്റ്റർ അഭിലാഷ്, പറയൂ, ആ വണ്ടി ഇടിച്ച് ഇവന് കുറേ ഡ്രൈവ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും നീ ഡ്രൈവിങ്ങിലാണ്, അതുകൊണ്ട് ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തോ, പറഞ്ഞോ. അല്ല, അത് തിരിച്ചാ ഫ്ലാഷ് അടിക്കുമ്പോൾ നമ്മള് ഊട്ടി പോയപ്പോ നമ്മള് സമീർ ഖാന്റെ വണ്ടിയിലാണ് പോയത്. സമീർ ഖാന്റെ ടെമ്പോ. അപ്പൊ മൂപ്പരോട് ഞാൻ ചോദിച്ചു, നമ്മളൊരു 8 മണി ഫോഴ്സിന്റെ ഒരു 8 മണിക്ക് എത്തുമെന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര ഡ്രൈവറുണ്ടായിരുന്നു യാത്ര പറഞ്ഞിട്ട്. അപ്പൊ മൂപ്പര പറഞ്ഞു ഒരു നിലയ്ക്ക് എത്തൂല പറഞ്ഞു, 8 മണിക്ക് എത്തില്ല. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു ഇറക്കാം, അതായത് തിരക്കുണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് പോയിക്കൂടെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. നമ്മൾ നോർമലി കാറൊക്കെ എടുത്ത് പോണ പോലെ ആ ഒരു മണിക്കൂർ വെച്ച് ചോദിച്ചത്. അപ്പൊ മൂപ്പര് പറഞ്ഞത് നമുക്ക് വരാനുള്ളത് ഫുള്ള് ഇറക്കാണ്, ഫോഴ്സിന്റെ വണ്ടി ടെമ്പോയില്. ആ ഇറക്കത്തിലാവുമ്പോ എങ്ങനെ പോലും സെക്കൻഡ് ഗിയർ ഫസ്റ്റ് ഗിയർ ഇതിലേ പോരാൻ പറ്റുള്ളൂ. അപ്പൊ മൂപ്പർക്ക് വേണമെങ്കിൽ സ്പീഡിൽ പോരാ. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടി കൈകാര്യം ചെയ്യണ ആൾക്ക് അറിയാം ആ വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം എങ്ങനെ ഉണ്ടാവും, ഇപ്പൊ ഇവിടെ പിടിച്ചാൽ എവിടെ നിൽക്കുന്നുള്ളതൊക്കെ അയാൾക്കേ അറിയുള്ളൂ. ഒന്നാമത് ഡ്രൈവർ മാറണത് തന്നെ പ്രശ്നമാണ്. കഴിഞ്ഞ എത്ര എക്സ്പീരിയൻസ്, ഇപ്പൊ ഞാൻ പോയിട്ട് അബി പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടോ നമ്മളെ വണ്ടി, നമ്മൾ ഇന്ന് ഓടിക്കുന്ന വണ്ടിയിൽ നിന്ന് മാറി വേറൊരു വണ്ടിക്ക് കയറുമ്പോൾ അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാ, അതിന്റെ സ്റ്റിയറിംഗ് എങ്ങനെയാ റെസ്പോൺസ് ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാം. അല്ല, ഞാൻ ഇപ്പൊ സ്ഥിരമായിട്ട് ബൈക്ക് ഓടിക്കണ്ടേ, പക്ഷെ എനിക്ക് പ്രവീണിന്റെ വണ്ടി ഓടിക്കാൻ പറ്റൂല. അതെ, കാരണം അത് ഓനെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ടല്ല എൻഎസും പ്രവീണിന്റെ വണ്ടി മറ്റേതാ ഇമ്പൾസും ആണ്. ഇമ്പൾസിന് മാത്രല്ല, അതിന്റെ ക്ലച്ച് കിടക്കുന്നത് വേറെ ടൈപ്പാണ്, ചിലവ് പിടിച്ച ബ്രേക്ക് വേറെ. അതൊക്കെ മാറ്റി നമുക്ക് നമ്മളെ വണ്ടി നമുക്ക് കൈകാര്യം ചെയ്യണ പോലെ വേറെ വണ്ടി പെട്ടെന്ന് കിട്ടിയാല് കിട്ടൂല. അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒരു 10-15 കിലോമീറ്റർ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ റോഡില് റെഡിയാക്കി എടുക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ സമയമായിട്ടില്ല, ചൊരവാണ്. പിന്നെ മൂപ്പര് ബസ് ഡ്രൈവറാണ്. അതെ, ഈ ബസ്സിന്റെ ഓടിയല്ല ട്രാവലറിന് ഉണ്ടാവുക. അപ്പൊ അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈക്കാരന് മുന്നിൽ വട്ടം ചാടി ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. കാരണം അപ്പൊ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല, വെട്ടിക്കാനേ പറ്റും. ആ വെട്ടിച്ചതിന്റെ മുകളിലാണ് ആ ബാരിക്കേഡും കടന്ന് താഴെ പോയ ആ സ്പീഡിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ബൈക്ക് ഉണ്ടെങ്കിലും പിന്നെ എന്താ ഓടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ തൂണുകളുണ്ട് വണ്ടീന്റെ, ആ ഗ്യാപ്പ് കൂടെയാണ് ബൈക്ക് വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പെട്ടെന്ന് അവൻ കണ്ടിട്ടുണ്ടാവുക. അതായത് ഒരു മിന്നായം പോലെ കണ്ടപ്പോൾ മൂപ്പര് ഓടിച്ചത് അതാവാം, അല്ലെങ്കിൽ ഓവർ സ്പീഡ് ആവാം. ഡ്രൈവർ മാറിയത് അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി തോന്നുന്നത്. അതെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു ഒബ്സർവേഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് ഈസ് അപ് ടു യു. ബാക്കി നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറ. ടെലിപ്പതി പോലുള്ള സാധനങ്ങൾ എഗെയിൻ ഐ എം ടെല്ലിങ് യു, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എനിക്ക് പേഴ്സണലി എനിക്കൊരു ടെലിപ്പതി പറയാനുണ്ട്. എനിക്കുണ്ടോ? പറ. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ കേരളത്തിൽ 5-ൽ താഴെ സീറ്റ് BJP കിട്ടുള്ളൂ. ലോക പ്രഡിക്ഷൻ, മെയിൻ പ്രഡിക്ഷൻ. ഇങ്ങനെ ഇതിപ്പോ ആർക്കും പറയാലോ. വേണമെങ്കിൽ ഞാൻ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാം. എന്താ പറയാ, കേരളത്തിലെ ഇലക്ഷനിൽ ഇപ്രാവശ്യം ദുരന്തം സംഭവിക്കില്ല, പിണറായി വരില്ല. ആ ചേച്ചി ദുരന്തം മാത്രമുള്ള പ്രഡിക്റ്റ് ചെയ്യണേ. ആ ചേച്ചി പ്രഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിണറായി വരും, ദുരന്തം ആവർത്തിക്കും. ഞാൻ പറയുമ്പോൾ ദുരന്തം വരില്ല. ഞാനുണ്ട് പ്രഡിക്ഷൻ ഇരിക്കട്ടെ.